വയനാട് ചൂരൽമല കോൺഗ്രസ് പുനരധിവാസം പൊളിഞ്ഞതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിശദീകരണം തെറ്റ്. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം ആരംഭിക്കാനാകാത്തത് സർക്കാർ ഭൂമി നൽകാത്തതുകൊണ്ടെന്നായിരുന്നു സതീശന്റെ അവകാശവാദം. എന്നാൽ സ്പോൺസർമാർക്ക് ഭൂമി നൽകാമെന്ന് സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ പോലും പ്രതിപക്ഷം ഇത്തരം ആവശ്യം ഉന്നയിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. വയനാട് ചൂരൽമല ദുരന്തത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടുകൾ എവിടെയെന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വസ്തുതാവിരുദ്ധമായ മറുപടികളാണ് ഓരോ തവണയും പുറത്തുവരുന്നത്. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്തു. ഒന്ന്, രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിൻ്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDF-ആയിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ചോദ്യം പ്രതിപക്ഷ നേതാവിനെ അസ്വസ്ഥപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രക്ഷപ്പെടാനാണ് നീക്കം നടത്തുന്നത്. ഞങ്ങൾക്ക് അവിടെ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാനം പറഞ്ഞു നിങ്ങൾക്ക് പ്രത്യേകമായി സ്ഥലം തരില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ സ്ഥലം അന്വേഷിക്കാൻ പോയത്. ലീഗ് അതിന് പോയില്ല. ലീഗ് നേരത്തെ സ്ഥലം മേടിച്ചു. സർക്കാർ തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കോൺഗ്രസ് സ്ഥലം മേടിക്കുന്നത്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. എന്നാൽ വസ്തുത എന്താണ്? സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയായ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ വിവിധ യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ടി സിദ്ദിഖ് MLA-യും പങ്കെടുത്തിട്ടുണ്ട്. യോഗങ്ങളിൽ നിർമ്മാണത്തിന്റെ രൂപരേഖ ചീഫ് സെക്രട്ടറി തന്നെ അവതരിപ്പിച്ചു. ഇതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. ഈ യോഗങ്ങളിലൊന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത 100 വീടുകൾക്കായി ഭൂമി അനുവദിക്കണമെന്ന് സർക്കാരിനോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടില്ല. സ്പോൺസർമാരുടെ തുക കൊണ്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്ന നിർദ്ദേശങ്ങളാണ് സർക്കാർ മുന്നോട്ട് വച്ചത്. സ്പോൺസർമാർക്ക് ഭൂമി നൽകുമെന്ന് ഒരു ഘട്ടത്തിലും സർക്കാർ പറഞ്ഞിട്ടുമില്ല. വസ്തുത ഇതായിരിക്കെയാണ് നിരന്തരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടികളുമായി പ്രതിപക്ഷ നേതാവും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ സർക്കാർ വിളിച്ചു ചേർത്ത വിവിധ യോഗങ്ങളുടെ മിനിറ്റ്സാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഈ രേഖകളിൽ പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങൾ പൂർണ്ണമായും പൊളിയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.